ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നല്ല വയലറ്റ് കളർ കാച്ചിലാണേ. അത് നടുന്നത് എങ്ങനെയാണെന്നുള്ളത്, അത് ചാക്കിനകത്ത് നടുന്നു, പിന്നെ അതേപോലെ മണ്ണിനകത്തും നടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തു. ഇതിന് മുന്നേ ഞാൻ നട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കറിക്കൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന കാച്ചിലുണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോൾ മുള വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ആ മുളയുടെ ആ ഭാഗം മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് വെറുതെ മണ്ണ് മാന്തി വെച്ചിട്ട് അങ്ങനെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അന്ന് നന്നായിട്ട് കാച്ചിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പന്നിയുടെ ശല്യം ഭയങ്കര ആയതുകൊണ്ട് നമുക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല തറയിൽ നട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതേപോലെ ചാക്കിനകത്ത് നടുന്നത്. അപ്പോൾ ചാക്കിനകത്ത് നടുമ്പോൾ നമ്മൾ ആദ്യമേ അതിനകത്ത് കുറച്ച് കരിയില നിറച്ച് വെക്കുക. കരിയില നിറച്ച് വെച്ചിട്ട് വേണം നടാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാനൊക്കെ സൗകര്യമുണ്ട്. ചാക്കിനകത്താവുമ്പോൾ ഭയങ്കര വെയിറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ വെയിറ്റ് കുറയുകയും ചെയ്യും. എന്നിട്ട് വളവുമാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും അതേപോലെ മുയൽ കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റും. കാരണം ചാണകപ്പൊടിയൊക്കെ സാധാരണ എല്ലാവരും ഇടാറുള്ളത്, എനിക്ക് ചാണകപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കമ്പോസ്റ്റ് ഇടുന്നത്. പിന്നെ ഈ ചാക്കിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം വിളവ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുക, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്യുകയാണേ. ഇത് എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം നമുക്ക്. ഇനി ഇത് കിളിച്ച് വന്ന് ഇതിനകത്ത് കിളിച്ചാലും കിളിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ കിളിച്ചിട്ട് ഇതിനകത്ത് ഉണ്ടാവുന്ന എത്ര പിന്നെ കാച്ചിലുണ്ടാവും എന്നുള്ളതും ഒക്കെ ഞാൻ വീഡിയോയിൽ ഇടാവേ. അപ്പോൾ ഞാൻ ഇതേമാതിരി ഒരു പീസ് എടുത്തിട്ട് അതിനകത്തൊരു അതിൻ്റെ തോലൊന്ന് ചെറുതായിട്ടൊന്ന് ചുരണ്ടി ഒരു ഹോളാക്കി കൊടുത്തു, ചെറിയൊരു ഹോള്. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ പൊടിപ്പ് വരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ മണ്ണിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ഇതിൽ ഞാൻ നട്ടു വെച്ച് കൊടുത്തു. കൂടുതൽ മണ്ണൊന്നും അതിൻ്റെ മുകളിലേക്ക് ഇട്ടില്ല. കാരണം സാധാരണ ഞാൻ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ചേനയും കാച്ചിലും ഒക്കെ നമ്മൾ വെട്ടി വെച്ച് അതിനകത്ത് ചാണക വെള്ളത്തിലൊക്കെ മുക്കി വെച്ച് ഉണക്കിയൊക്കെ അല്ലേ സാധാരണ നടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഇനി അഴുകിപ്പോകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇങ്ങനെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പീസ് 3-4 പീസ് ഞാൻ ചാക്കിനകത്ത് തന്നെ എല്ലാം നട്ടു. എന്നിട്ട് ഒരു പീസ് മാത്രം ഞാൻ തറയിൽ കൊണ്ടുവന്ന് നട്ടു. അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നന്നായിട്ട് മണ്ണ് കിളച്ചിട്ട് ഒരു കൂന ഉണ്ടാക്കി. പിന്നെ ഞാൻ അടയ്ക്കയുടെ ചോട്ടിൽ, കാരണം ഇത് കിളിച്ചിട്ട് അടയ്ക്കയിലേക്ക് പടർന്ന് കയറി പോകുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല കൂന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഈ വിത്ത് നട്ടു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പുല്ല് ചെത്തിയിട്ടിരുന്ന് വാടിക്കിടന്ന പുല്ലെല്ലാം കൂടെ അതിനകത്തേക്ക് വാരി വെച്ചു മുകളിൽ. കാരണം ഇപ്പോൾ ഇത് ജനുവരിയിലാണ് ഞാൻ നടുന്നത്. ഇത് നടുന്ന സമയമാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ചൂട് കൂടുതലുണ്ട്. അപ്പം ചൂട് കൂടുതലെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തണുപ്പ് ഉണ്ട്, രാത്രിയിലൊക്കെ നല്ല മഞ്ഞ് ഉണ്ട്, പക്ഷേ പകൽ നല്ല ചൂടും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മഴയൊന്നും ഇല്ലാത്ത സമയം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അത് കിളിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇടയ്ക്കെങ്ങാണമൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും. ബാക്കിയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന് മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാക്കിനകത്ത് നട്ടതിനകത്തും ഇതേപോലെ തന്നെ മുകൾ വശത്ത് ഈ നട്ട് കഴിഞ്ഞതിന് ശേഷം മുകൾ വശത്ത് നന്നായിട്ട് കരിയിലേക്ക് ഇട്ട് ഫില്ല് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനും വെള്ളം ഒഴിച്ചു കൊടുത്തു.
ഇതും ഞാൻ വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് അഴുകിപ്പോകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടിപ്പോയിട്ട് ഇനി അഴുകി പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നനവിനനുസരിച്ച് മാത്രമേ, ചിലപ്പം ഒരു 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതും നന്നായിട്ട് തോനെയൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല, കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. അതിൻ്റെ മുകളിൽ നല്ല കരിയിലയൊക്കെ ഇട്ട് ഫില്ല് ചെയ്തു. ഇനി ഇത് കിളിർത്ത് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ജനുവരിയിലാണ് നട്ടത്. ഇതിപ്പോൾ ദാ കിളിർത്ത് വന്നിട്ടുണ്ട്. അടുത്ത ഒരു അപ്ഡേഷൻ വീഡിയോ ആണേ. അപ്പോൾ ഇതിപ്പോൾ ജനുവരി നട്ടു. ഇതിപ്പോൾ ഏപ്രിലാണേ. ഏപ്രിലിൽ ഇതേമാതിരി വള്ളി വീശി, ചിലതിനകത്ത് വള്ളി വീശിയിട്ടുണ്ട്, ചിലതിനകത്ത് മുള വരുന്നതേ ഉള്ളൂ. ഇനി ഇത് ഒരു മരത്തിലേക്ക് പടർത്തി കയറ്റി കൊടുക്കണം. എന്നാലേ അത് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പടർന്ന് എത്ര കയറുന്നോ അത്രമാത്രം വിത്തും താഴേക്ക് ഉണ്ടാവൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, ഇനിയിപ്പോൾ മുള വന്നല്ലോ, അത് ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം. വളമായിട്ട് ഇനിയിപ്പോൾ ചാണകപ്പൊടി എൻ്റെ കയ്യിലില്ല, ഞാൻ കമ്പോസ്റ്റ് തന്നെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനി വിളവെടുക്കുന്നതും ഞാൻ വീഡിയോ ആക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.